ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗം അവലോകനം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരികയാണെന്ന് ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സുനിൽ മാത്യു അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ആകെ 3021 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇതിൽ 2179 പോളിംഗ് സ്റ്റേഷനുകൾ ഗ്രാമപഞ്ചായത്തുകളിലും 489 എണ്ണം മുനിസിപ്പാലിറ്റികളിലും 354 എണ്ണം കോർപ്പറേഷനിലുമാണ്. തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി 4650 കൺട്രോൾ യൂണിറ്റുകളും 11660 ബാലറ്റ് യൂണിറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 82 ഗ്രാമപഞ്ചായത്തുകൾ, 13 മുനിസിപ്പാലിറ്റികൾ, 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഒരു ജില്ലാ പഞ്ചായത്ത്, ഒരു കോർപ്പറേഷൻ എന്നിവ ഉൾപ്പെടെ ആകെ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളതെന്നും മൊത്തം 12,000 ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കുമെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥർക്കായുള്ള പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. പെരുമാറ്റച്ചട്ട ലംഘന നിരീക്ഷണത്തിന്റെ ഭാഗമായി അനധികൃത പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യുന്ന നടപടികൾ ഊർജിതമായി നടന്നുവരികയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എസ് ശ്യാമലക്ഷ്മി അറിയിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ സ്റ്റോർ റൂമിൽ നിന്ന് പോളിംഗ് കേന്ദ്രങ്ങളിൽ എത്തുന്നതുവരെയുള്ള നടപടികൾക്ക് കർശനമായ പോലീസ് സുരക്ഷ ഉറപ്പാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും റൂറൽ SP എം ഹേമലതയും അറിയിച്ചു. പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. തിരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ ജില്ലയിൽ ഒരാഴ്ചത്തെ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചതായും കർശന പരിശോധനയ്ക്ക് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കൂടിയായ LSGD അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ശീതൾ ജി മോഹൻ പറഞ്ഞു. PRDയുടെ ലിസ്റ്റിലുള്ള മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കവർ ചെയ്യുന്നതിന് ഇലക്ഷൻ കമ്മീഷന്റെ പാസ് നൽകുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ NB ബിജു അറിയിച്ചു. യോഗത്തിൽ മറ്റ് പോലീസ് പ്രതിനിധികൾ, ചെലവ് നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പൊതുനിരീക്ഷകനായി CSML CEO ഷാജി വി നായർ IAS ചുമതലയേറ്റു. എറണാകുളം ഗവൺമെന്റ് അതിഥി മന്ദിരമാണ് നിരീക്ഷകന്റെ പ്രവർത്തന കാര്യാലയം. രാവിലെ 9 മുതൽ 10:30 വരെ പൊതുജനങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾ അറിയിക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹരിതചട്ടം കർശനമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തു. മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ച പ്രിന്റിംഗ് മെറ്റീരിയലുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കിയത്. പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്നും ഏകദേശം 30 ലക്ഷം രൂപയുടെ നിരോധിത വസ്തുക്കൾ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ടെത്തുകയും 50,000 രൂപ ഫൈൻ ഈടാക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ കൊച്ചി കോർപ്പറേഷന് കൈമാറി. റീസൈക്കിൾ ചെയ്യാവുന്ന പോളിയെത്തിലീൻ വസ്തുക്കൾ മാത്രമാണ് ഹരിത പെരുമാറ്റച്ചട്ടപ്രകാരം പ്രചാരണത്തിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും മലിനീകരണ നിയന്ത്രണ ബോർഡും അനുമതി നൽകിയിട്ടുള്ളത്. കൂടാതെ പേപ്പറുകളും 100% കോട്ടൺ തുണികളും പ്രചാരണത്തിന് ഉപയോഗിക്കാം. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിന്റിംഗ് യൂണിറ്റുകളിൽ പരിശോധന നടത്തിവരുന്നു. തൃപ്പൂണിത്തുറ, തൃക്കാക്കര, എറണാകുളം, കൊച്ചി, വൈപ്പിൻ എന്നീ നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ ബൂത്തുകളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കളക്ഷൻ ക്യാമ്പുകൾ തുറന്നു. വൈകിട്ട് 4-ന് തുടങ്ങുന്ന ക്യാമ്പുകളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും BLO സൂപ്പർവൈസർമാരും വോളണ്ടിയർമാരും സന്നിഹിതരായിരിക്കും. പൊതുജനങ്ങൾക്ക് ക്യാമ്പുകളിലെത്തി പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ നൽകാവുന്നതാണ്. ഫോമുകൾ പൂരിപ്പിക്കുന്നതിനുള്ള സഹായവും ക്യാമ്പുകളിൽ ലഭ്യമാകും. ജില്ലാ വൃത്താന്തം സമാപിച്ചു. ഏകോപനം ലെമി ജി നായർ. അവതരണം ലിൻസ സിറാജ്.